ഹലോ നമസ്കാരം. എൻ്റെ പേര് റഹീം എന്നാണ്. ഞാൻ ഇവിടെ മലപ്പുറം തിരൂർ വൈലത്തൂർ ഭാഗത്ത് എൻ്റെ വീട്. വൈലത്തൂർ പൊന്മുണ്ട ഭാഗത്താണ് ഏകദേശം. എനിക്കിങ്ങനെ ഏകദേശം ഒരു വർഷം മുമ്പ് സ്പൈനൽ കോഡ് ട്യൂമർ വന്നായിരുന്നു. അപ്പോൾ അതൊരു സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ ശേഷം സഡൻലി ഫുള്ളി പാരലൈസ് ആയിപ്പോയി. അവർക്ക് താഴോട്ട് ബാലൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, തീരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എനിക്കിത് സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ മിഷൻ റിഹാബ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിസിയോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഇതാണെന്നുള്ളത്, മിഷൻ റിഹാബ് ആണെന്നുള്ളത് പൊതുവെ പല ആളുകളുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ വേണ്ടപ്പെട്ട ആളുകളായിട്ട് ബന്ധപ്പെട്ടു. എനിക്കിവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. സ്റ്റാർട്ടിങ്ങിൽ ഞാനിവിടെ വന്ന സമയത്ത് ഞാനിവിടെ അഡ്മിറ്റായിരുന്നു. ഇവിടെ റൂം എടുത്ത് ഇവിടെ അഡ്മിറ്റായി. ആ സമയത്ത് എനിക്ക് തീരെ ബാലൻസിങ് ഫുള്ള് വീൽ ചെയർ ആയിരുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് സമയം ഞാൻ ഇവിടെ റൂം എടുത്ത് നിന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ ഡെയിലി വീട്ടിൽ പോയി വരാൻ തുടങ്ങി. ഡെയിലി നല്ലപോലെ ഫിസിയോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതിനുശേഷം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും പരമാവധി പെട്ടെന്ന് തന്നെ എനിക്ക് വാക്കറിലോട്ട് ചെറിയ രീതിയിൽ നടക്കാൻ പറ്റി തുടങ്ങി. പിന്നെ വാക്കറിൽ നടന്ന് ഏകദേശം വന്ന സ്റ്റേജ് പറയുകയാണെങ്കിൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ തന്നെയായിരുന്നു. എങ്ങനെയായാലും കാരണം തീരെ ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നല്ലപോലെ ഫിസിയോ കിട്ടി തുടങ്ങി. എനിക്ക് തന്നെ നല്ലപോലെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഇതുപോലെ ഫിസിയോ നല്ലപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നത് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം എൻ്റെ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ എടുത്തു പറയേണ്ട കാരണം എൻ്റെ സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് വന്ന സിറ്റുവേഷനും ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആണ്. വളരെ ഡിഫറൻ്റ് ആണ്. കാരണം വീൽ ചെയറിൽ വന്നു. ഏകദേശം എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് എൽബോ ടച്ച് സ്റ്റാൻഡിങ് ആണ് വരുന്നത്. ഇത് ബാലൻസ് ആയിട്ട് നല്ലപോലെ എനിക്ക് ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം മറ്റൊരാളെ സപ്പോർട്ടിൻ്റെ ഒരു ആവശ്യമൊന്നും എനിക്കില്ല. നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. യാത്ര പോകാനാണ് അതിന്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ എനിക്ക് സ്റ്റാർട്ടിങ് എന്നെ ഒരുപാട് പേരാണ് എന്നെ ഫിസിയോയ്ക്ക് വേണ്ടിയിട്ടും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നത്. എന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് സ്വയം എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പുറത്ത് പോകാനും എല്ലാവിധ ഒരു കോൺഫിഡൻറ്റ് ലെവലാണെങ്കിലും ആരോഗ്യപരമായിട്ട് എല്ലാ രീതിയിലും എനിക്ക് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അവർ അത്രക്കും ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആണ് എന്ന രീതിയിലോ അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ അവരുടെ പെരുമാറ്റം കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയും നല്ല സപ്പോർട്ടാണ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് എന്നൊരു ഫീലിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.